നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ചെയ്യാനുള്ള കാര്യം നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് കർമ്മയോഗ. നമ്മൾ അടുത്ത ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 3ഉം 4ഉം ഭഗവത്ഗീതയിൽ കർമ്മയോഗനെ പറ്റിയാണ് ശ്രീകൃഷ്ണൻ മനസ്സിലാക്കി തരുന്നത്. ഭയങ്കര സിമ്പിളായിട്ടാണ് കൃഷ്ണൻ മനസ്സിലാക്കി തരുന്നത്. അപ്പം എപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ, മേ ബി ഞാൻ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ നിർത്തിയിട്ട് എല്ലാം നിർത്തി എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും, ഇല്ലെങ്കിൽ കുറച്ച് സ്ട്രെസ്സ് കുറയും എന്നൊക്കെ അല്ലേ? ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ല, ഒരു പ്രഷറും ഇല്ല, ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഫോഴ്സ് ഇല്ല. അതൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? ബട്ട് അത് ഇമ്പോസിബിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കും. അതാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. നമ്മൾ എത്ര പരിശ്രമിച്ചാലും എത്ര ട്രൈ ചെയ്താലും നമ്മുടെ ആ ഒരു കർത്തവ്യം, നമ്മുടെ ആ കർമ്മം നമ്മളത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അത് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം യുദ്ധഭൂമിയിൽ അർജുനൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട എന്ന് മനസ്സുണ്ടാക്കി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അർജുനൻ ചോദിക്കുന്നത്, ഇപ്പം നോളജ്, അതായത് ജ്ഞാനം എല്ലാം ആണെങ്കിൽ ഞാൻ എന്തിനാ ഫൈറ്റ് ചെയ്യണ്ടേ? അല്ലേ? ഫൈറ്റ് ചെയ്താലല്ലേ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയുള്ളൂ. അപ്പം എനിക്ക് സമാധാനമാണ് വേണ്ടത്, എല്ലാവരും സമാധാനമാണ് വേണ്ടത്, അപ്പം ഞാൻ ഫൈറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതിയല്ലേ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യനാണ് അല്ലേ? നമ്മളിപ്പോൾ വിചാരിക്കും, നമ്മളിപ്പം ഒരാളുടെ ഒരു കാര്യം കേൾക്കുക, അല്ലെങ്കിൽ ഒരാൾ ചെയ്തൊരു കാര്യം കാണുമ്പം അതിന് റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനം കിട്ടും എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ? അതായത് സമാധാനമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടെങ്കിൽ എന്തിനാണ് എന്തെങ്കിലും ചെയ്യുന്നത്? ഒന്നും ചെയ്യാണ്ടിരിക്കുക അല്ലേ? അപ്പം ശ്രീകൃഷ്ണൻ പറയുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ചെയ്യണ്ട എന്ന് ഒരു തീരുമാനം എടുത്തു, അതായത് നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിൻ ആ ഒരു തീരുമാനം എടുത്തു, വിച്ച് മീൻസ് നമ്മൾ എന്നാലും ഒരു കാര്യം ചെയ്തു അല്ലേ? അതായത് ഒന്നും ചെയ്തില്ലെങ്കിലും അതൊരു ചെയ്ത കാര്യമാണ്. ഇനാക്ഷൻ ഇസ് ഓൾസോ ആൻ ആക്ഷൻ. അതിലും കൂടി കൃഷ്ണൻ പറയുന്നുണ്ട്, ഒരു 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 കാര്യത്തിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനല്ല, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, പക്ഷേ ആ കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ഇഷ്യൂ. അതാണ് ഇഷ്യൂ. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഔട്ട്കം ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യും അല്ലേ? അത് പോസിറ്റീവ് ആവാം, അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അതൊരു നല്ല കാര്യമാവാം, ചീത്ത കാര്യമാവാം. ആ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് നമുക്ക് വിഷമം തരുന്നത്, നമ്മുടെ ഉള്ള സമാധാനം നഷ്ടപ്പെടുന്നത്. പറയാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. ഇപ്പം നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിലും, ഇപ്പം നമ്മൾ സ്കൂളിൽ ഹോംവർക്ക് ചെയ്യുവാണെങ്കിലും, ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ 100% കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണല്ലേ തിരിച്ചൊരു റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പം നമ്മൾ സേവിങ്സ് ചെയ്താലും ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമ്മളൊരു പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ശരിക്കും അതുകൊണ്ടാണ് നമുക്ക് വരുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയും ആ ഒരു പ്രഷറൊക്കെ വരുന്നത്, അല്ലാണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്ന കാരണമല്ല. അപ്പോൾ അർജുനൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ ഭയങ്കര സിമ്പിളായിരുന്നു. അർജുനൻ ചോദിക്കുന്നത്, ഞാൻ എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്, ചെയ്യാണ്ടിരുന്നാൽ മതിയില്ലേ എന്ന്. പക്ഷേ ശ്രീകൃഷ്ണൻ പറയുന്നത്, യുദ്ധം ചെയ്യുന്നതല്ല അതിൻ്റെ പ്രശ്നം. യുദ്ധം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഹേർട്ട് ആവുമോ, അല്ലെങ്കിൽ കുറേ ആൾക്കാർ മരിക്കും, കുറേ ഫാമിലീസ് ഡിസ്ട്രോയ് ആവും എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയാണ് അർജുനനെ സാഡാക്കുന്നത്, വിഷമിപ്പിക്കുന്നത്. ഇവിടെയാണ് ശ്രീകൃഷ്ണൻ കർമ്മയോഗ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം കർമ്മയോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള കർമ്മം, നമ്മൾ ചെയ്യാനുള്ള കർത്തവ്യം, അത് നമ്മൾ ചെയ്യുക. അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്യാണ്ടിരിക്കരുത്. ഇപ്പം കുറേ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരും, നമ്മൾ ഭയങ്കര സ്റ്റക്കാണ്, നമ്മുടെ ലൈഫ് ഒരു പേർപ്പസ് ഇല്ല, ഒരു മീനിങ് ഇല്ല എന്നൊക്കെ തോന്നിപ്പോകും. അപ്പം ശരിക്കും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പം ചില ഡിസിഷൻസ് നമ്മൾ എടുത്തേ പറ്റൂ അല്ലേ? അപ്പം അതിന് ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. അപ്പം അത് നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് നമ്മുടെ ഉള്ളിലൊരു സമാധാനം വരിക. അപ്പം നമ്മുടെ ഉള്ളിൽ സമാധാനം വരുമ്പോൾ പുറത്ത് എന്തായാലും ആ ഒരു സമാധാനം, ആ ഒരു കാംനെസ് കാണും. കൃഷ്ണൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, നമ്മളൊരു കാര്യം ചെയ്യുമ്പം സെൽഫ്ലെസ്ലി ചെയ്യണം. അത് നമ്മുടെ ശരിക്കുള്ള ധർമ്മമാവാം, അത് നമ്മുടെ ഒരു ലൈഫിലെ പേർപ്പസ് ആവാം, എന്തും ആവാം. അതിൻ്റെ പക്ഷേ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മുടെ മനസ്സിലുള്ള ഈഗോ, നമ്മുടെ ഗ്രീഡ്,
ജലസി, ആ ഒരു വിയർഡായിട്ടുള്ള ഫീലിങ്സ് ഇല്ലേ പെട്ടെന്ന് വരുന്നത്, അത് കാരണം നമ്മൾ ചെയ്യാണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ രണ്ടാൾക്കാർ ഒരു ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഒരു ഒരു കട തുടങ്ങാൻ പോവാണ്, ഒരു കാഫേ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ആൾ വിചാരിക്കുന്നത് ഞാൻ ഈ കാഫേ ഓപ്പൺ ചെയ്ത് ഭയങ്കരമായിട്ട് എനിക്ക് സക്സസ് വേണം, ഫേമസ് ആവണം എന്നാണ് ആളുടെ ഫസ്റ്റ് ആളുടെ എയിം. രണ്ടാമത്തെ ആൾ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ ഈ കാഫേ ഓപ്പൺ ചെയ്യും, ഇത് സക്സസ്ഫുൾ ആവുമോ അത് സക്സസ്ഫുൾ ആവാണ്ടിരിക്കുമോ എന്നെനിക്കറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഈ കാഫേ ഓപ്പൺ ചെയ്യും, ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കും, ഇനിയിപ്പോൾ സക്സസ്ഫുൾ ആയി ഇല്ലെങ്കിൽ ആയി. അപ്പം രണ്ടാൾക്കാരും ചിന്തിക്കുന്ന രീതി ഭയങ്കര വ്യത്യാസമാണ് അല്ലേ. അപ്പം ആദ്യത്തെ ആൾ ചിന്തിച്ചത് എന്താ, അയാൾക്ക് സക്സസ്ഫുൾ ആയേ പറ്റൂ. അപ്പം അയാൾ എന്ത് ചെയ്യുമ്പോഴും അയാൾക്ക് ഭയങ്കര പ്രഷറാണ്, ഭയങ്കര ഒരു സ്ട്രെസ്സാണ്. ഇത് ശരിയായില്ലെങ്കിൽ സ്ട്രെസ്സ്, ഇത് തെറ്റിയാ സ്ട്രെസ്സ്, അങ്ങനെയൊക്കെ ഭയങ്കര എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും അയാൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. പക്ഷേ തിരിച്ച് രണ്ടാമത്തെ ആൾ അയാളുടെ ആഗ്രഹപ്രകാരമാണ് ചെയ്യുന്നത്. ഇപ്പോൾ സക്സസ്ഫുൾ ആയാൽ ഗുഡ്, വെൽ ആൻഡ് ഗുഡ്, ആയില്ലെങ്കിൽ ഫൈൻ. ആ ഒരു മെൻറ്റാലിറ്റി വെച്ച് ചെയ്യുമ്പം ആ ഒരു സ്ട്രെസ്, ആ ഒരു പ്രഷറില്ല, ആൾ കാമാണ്. മേ ബി അപ്പം കാര്യം ചെയ്യുമ്പം കുറച്ചുകൂടി അതിന് ഇമോഷൻസ് നല്ല പോസിറ്റീവ് രീതിയിലായിരിക്കും വരുന്നത്. ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും കേട്ടോ നമുക്ക് പ്രാക്ടിക്കലി എത്രത്തോളം കർമ്മയോഗ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാവുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾ വയ്യാണ്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തപ്പെട്ട ആൾക്കാരാണെങ്കിൽ ലൈഫിലൊരു പേർപ്പസ് ഇല്ല എന്ന് തോന്നും കേട്ടോ. ഇനി എന്തിനാണ് ലൈഫ് എന്ന് നമുക്ക് തോന്നിപ്പോവും. ബിക്കോസ് 24 hours നമ്മൾ നമ്മുടെ ലൈഫ് ആ ഒരു ആളുടെ കൂടെയാണ് കാണുന്നത് അല്ലേ. അപ്പം പക്ഷേ നമ്മൾ ആ സമയത്ത് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വയ്യാണ്ട് എടുക്കുന്ന ആളുടെ കൂടെ ഇരിക്കുക, ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് കാണിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ ഇല്ലാത്ത സ്ട്രെങ്ത് എടുത്ത് കാണിക്കുക. അതിന് ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് നമുക്കൊന്നും അറിയില്ല. ആൾ ശരിയാവുമോ, അല്ലെങ്കിൽ എത്ര കാലം എടുക്കും, ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണ് എന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മം അത് നമ്മൾ ചെയ്തേ പറ്റും. അത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ വയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജോലിക്ക് പോകാനോ ഇല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാനോ ഭക്ഷണം പോലും കഴിക്കാൻ നമുക്ക് തോന്നില്ല അല്ലേ. അപ്പം നമ്മൾ ചെയ്യാനുള്ള കാര്യം അത് നമ്മുടെ ഓണസ്റ്റ് രീതിയിൽ, നമ്മൾ പരമാവധി ബെസ്റ്റ് രീതിയിൽ നമ്മൾ ചെയ്യണം. ഒരാളെയും ദ്രോഹിക്കാത്ത രീതിയിൽ, ഒരാൾക്ക് വേണ്ടിയും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ നോക്കണം. അപ്പം കൃഷ്ണൻ അർജുനനോട് ഈ യുദ്ധം ചെയ്യരുത് എന്നല്ല പറഞ്ഞു കൊടുക്കുന്നത്. കൃഷ്ണൻ ഇവിടെ പറയുന്നത് നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്യണം. അത് അർജുനൻ്റെ ഡിസിഷനാണ്, ഈ യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്ന്. ഇപ്പം യുദ്ധം ചെയ്യുവാണെങ്കിലും അത് അർജുനനെ ഇമോഷണലി ഇമ്പാക്റ്റ് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ചെയ്യരുത്. അത് ചെയ്യുന്നില്ലെങ്കിലും സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കരുത് എന്നാണ് കൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാപ്പിക്കുന്നത്. ചാപ്റ്റർ 3ഉം 4ഉം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാനുള്ള കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അത് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ കാര്യം നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് നമ്മുടെ കൺട്രോളിലാണ്. അപ്പം അവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഡിസിപ്ലിൻ രീതിയിൽ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ നമ്മൾ നമ്മുടെ മൈൻഡും നമ്മുടെ ഡിസിപ്ലിനെ പറ്റിയും കുറച്ചുകൂടി ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഞാൻ ഏറ്റവും സിമ്പിൾ രീതിയിലാണ് പറഞ്ഞ് മനസ്സിലാപ്പിക്കാൻ ശ്രമിക്കുന്നത്. ബിക്കോസ് നമുക്ക് ആർക്കും ഭഗവത്ഗീത വായിച്ചിട്ട് സംസ്കൃതത്തിലാണല്ലോ അത് വായിച്ച് മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് പിന്നെ അത് യൂസ് ചെയ്യാനുള്ള ഒരു സമയമോ സന്ദർഭമോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഇത് വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിൽ പറഞ്ഞ് മനസ്സിലാപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.